നമസ്കാരം. ഞാൻ ജോയിക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളെ ഭൗതികമായും ശാരീരികമായും മാനസികമായും വളരെയധികം ഉന്നതിയിലെത്തിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഉറങ്ങുന്നവരാണ് രാത്രിയിൽ പ്രധാനമായി. പക്ഷേ ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന ആ ഒരവസ്ഥ നമുക്ക് കിട്ടാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അതായത് നമുക്ക് ഉറങ്ങാൻ നമ്മൾ കിടക്കുന്നുവെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത് ഏതൊരു വ്യക്തിയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഇത് ഏറ്റവും വലിയ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉറക്കക്കുറവ് എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള ചികിത്സ എങ്ങനെയാണ് എന്ന് പലരും ആവശ്യപ്പെട്ടു. ഇതിനെക്കുറിച്ച് നാം പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ ബ്രെയിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉറങ്ങുന്നില്ല, സദാ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഈ ഉറങ്ങാത്തൊരവസ്ഥയിലാവുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ രാത്രിയിൽ നാം ഉറങ്ങുന്ന ആ ഒരു സമയത്ത് രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാം. ഒന്ന് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, മറ്റൊന്ന് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഇത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം പോസിറ്റീവായിട്ട് അത് നമുക്ക് പ്രയോജനപ്രദമാണ്. നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഉറക്കം പറ്റുന്നില്ല? പല കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്കെന്തുള്ള ശാരീരികമായ അസുഖങ്ങൾ, അത് ഹൃദ്രോഗമാകാം, ശ്വാസകോശ സംബന്ധമായ രോഗമാകാം, നമ്മുടെ മാനസികമായ പ്രശ്നങ്ങളാകാം, നമ്മുടെ ഉത്കണ്ഠ, നമ്മുടെ വിഷാദങ്ങൾ, അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ കാണും. മദ്യപാനം മൂലമുള്ള പ്രശ്നങ്ങൾ, നമ്മൾ കഴിക്കുന്ന മരുന്നിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതേപോലെ നമ്മൾ കാണുന്ന മൊബൈൽ സ്ക്രീൻ ടൈം നമ്മൾ കൂടുതൽ എടുക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ അനവധി കാരണങ്ങൾ നമുക്ക് ഉറക്കക്കുറവിനായിട്ട് ഉണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന് നമ്മൾ പല ചികിത്സാവിധികൾ തേടുന്നുണ്ട്. നമ്മൾ അതിന് പോയി ഗുളിക കഴിക്കുന്നു, പിന്നെ പല പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നു. അപ്പോൾ എങ്കിൽ പോലും നമുക്ക് ഒരു പൂർണ്ണമായ ഒരു സൗഖ്യത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഈ സ്ക്രീൻ ടൈം, അതായത് മൊബൈൽ ഫോൺ, ഇതൊക്കെ നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതായത് രാത്രിയിൽ നമ്മൾ ഈ സ്ക്രീൻ ടൈം കൂടുതലായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കൊരു ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. നമ്മുടെ സ്ലീപ്പ് ഹോർമോൺ, മെലാറ്റോണിൻ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോൺ അളവ് ഇതുമൂലം താഴ്ന്നു പോകും. ഇതുമൂലം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും രാത്രിയിൽ. അപ്പോൾ ഈ സമയത്ത് ഇതുമൂലം രാത്രി ആയാലും നമ്മുടെ ബ്രെയിനിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് പകലാണ് പകലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് രാത്രി ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇന്ന് പല കുഞ്ഞുങ്ങളും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് പല ജോലി ചെയ്യുന്നവരും ഒക്കെ ഇത് അനുഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ രാത്രിയിൽ ഉള്ള ഈ ഗെയിം കളികൾ, അതേപോലെയുള്ള ആവശ്യമില്ലാത്ത ഇമെയിലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിന് കൂടുതൽ ഉത്തേജനം കൊടുക്കുകയാണ് ബ്രെയിനിന്. ഈ ഉത്തേജനം കൊടുത്ത് പോകുമ്പോൾ ആ ഉത്തേജനത്തെ കുറയ്ക്കാനുള്ള ഒരു ജാഗ്രത, അത് കുറയ്ക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്നു. ഈ ഉറക്കം കിട്ടാതെ വരുന്ന രോഗികളായിക്കോട്ടെ, ഇങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ, അവരുടെ രീതികൾ, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ അതിനേക്കായി ബുദ്ധിമുട്ടാണ്. വളരെ പകലാകുമ്പോൾ അവർക്ക് ഉറക്കം വീണ്ടും വരുന്നു, അത് ദേഷ്യമായിട്ട് വരുന്നു, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കണമെന്നുള്ള ചിന്ത വരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവരുടെ മൂഡ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. പല പേരൻസും പല കുട്ടികളും ഈ വിഷയം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എല്ലാം ഒരു പ്രതിവിധി എന്ന നിലയിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഇതിനുള്ള പ്രത്യേക ടെക്നിക്കുകളുണ്ട്. പല ട്രീറ്റ്മെൻറ്റുകൾ, പല ചികിത്സാവിധികളുണ്ട്.
ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഇതിനെ നമുക്ക് ഇതിൻ്റെ ആ ഒരു തീവ്രതയെ കുറച്ചു കൊണ്ടുവരുവാനും ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുന്നതിനും സാധിക്കും. അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് റീഫ്രെയിമിങ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലിട്ട് നമ്മളിങ്ങനെ താലോലിക്കുകയാണ്. അതിനെ നമ്മൾ റീഫ്രെയിം ചെയ്യും ടെക്നിക്കിൽ. അതേപോലെ ആങ്കറിങ് എന്ന് പറയുമ്പോൾ ഒരു സംഭവം, ആ സംഭവത്തെ നമ്മൾ നിസ്സാരമായ നമ്മുടെ വിരലുകൾ കൊണ്ട് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുവാനായിട്ടുള്ള പരിശീലനം. അതേപോലെ വിഷ്വലൈസേഷൻ, ആ മെത്തേഡ്, ആ ടെക്നിക്ക്, അതിലൂടെ ഇതിനെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. അതേപോലെ പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് സമയം നമ്മൾ ഇതിനു വേണ്ടി നല്ലവണ്ണം നമ്മൾ റിലാക്സ് ചെയ്ത് ഇരുന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് വരുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഉറക്കക്കുറവിനെ, അതായത് കുഞ്ഞുങ്ങളിലും പ്രായമായവരിലുമുള്ള ഈ ബുദ്ധിമുട്ട്, പഠിക്കുന്ന കുട്ടികളുള്ള ബുദ്ധിമുട്ട്, ഇത് ആരംഭത്തിൽ തന്നെ നമുക്ക് മാറ്റിയില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തെ, അവരുടെ ഫ്യൂച്ചറിനെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ധാരാളം മരുന്നുകൾ കഴിക്കുന്നതിലുപരി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ, എക്സസൈസ്, നല്ല വ്യായാമം, അതേപോലെയുള്ള ജീവിതശൈലി. നമ്മുടെ ജീവിതശൈലിയാണ് ഈ ഉറക്കക്കുറവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു നല്ല ഒരു ഡെയിലി റൊട്ടീൻ, നല്ല ഒരു ഹാബിറ്റ്, അതായത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്, നമ്മുടെ സ്ലീപ്പിംഗ് ഡിസോർഡർ മാറുന്നതിനുള്ള ഒരു ചിന്ത നമ്മളെ പോസിറ്റീവായിട്ട് എടുക്കുക. അതായത് ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയണം, ഇതെന്നെ കൊണ്ട് പറ്റും. അതായത് നാളെ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല, നാളെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സ് പറയുമ്പോൾ തിരിച്ച് നമ്മൾ പറയണം, എനിക്ക് പോയേ പറ്റൂ, പോകണം, ഞാൻ പോയില്ല എങ്കിൽ എനിക്ക് വലിയ നഷ്ടമാണെന്ന് പറയണം. അതേപോലെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലെ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് മാറിപ്പോകും. നമ്മുടെ ഉറക്കത്തിൻ്റെ ആ വലിയ തീവ്രത കുറഞ്ഞു വരും. അതായത് ഉറക്കം ഇല്ലായ്മയുടെ തീവ്രത കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഉറങ്ങുവാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ പകൽ സമയങ്ങളിൽ പകൽ സമയങ്ങളിൽ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. നമ്മൾ ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥമായിട്ട് പോയി ഉറങ്ങുവാനുള്ള സമയത്ത് നമ്മൾ ടിവിയും അതേപോലെ പലതും ഇരുന്ന് നമ്മൾ സമയം വേസ്റ്റാക്കിയിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതിനു മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മുടെ റൂമിലെ ലൈറ്റുകളൊക്കെ ഓഫാക്കുക, ഡിമ്മാക്കുക. അതിനു മുമ്പ്, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു തയ്യാറെടുപ്പ്, ഞാൻ ഇത്ര മണിക്ക് ഉറങ്ങുമെന്ന് നേരത്തെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കുക. നമ്മൾ 10 മണിക്ക് ഉറങ്ങുന്നുവെങ്കിൽ നമ്മൾ ഒരു 9:30 ആകുമ്പോഴേ ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോവുക. നമ്മുടെ വേദനകൾ, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് NLP ടെക്നിക്കിലൂടെ ശാന്തമാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ നമ്മൾ സമൂഹത്തിന് നൽകുന്ന വലിയ സംഭാവന. നന്ദി, നമസ്കാരം.